Hi friends. അപ്പോൾ ഡിപ്ലോമ ITI BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഒരുപാട് വേക്കൻസികളുമായിട്ട് വരാൻ പോകുന്ന ഒരു എക്സാമാണ് ഇലക്ട്രീഷ്യൻ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 8 കാറ്റഗറി നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത്രയും കാറ്റഗറി നമ്പേഴ്സ്, ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിലോട്ടുള്ള ഇലക്ട്രീഷ്യൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ PSC വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 4-5 ഡിപ്പാർട്ട്മെന്റുകളിലോട്ടുള്ള ഇലക്ട്രീഷ്യൻ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒരൊറ്റ പ്രിപ്പറേഷനിൽ എനിക്കൊന്ന് മിക്കവാറും ഈ പറയുന്ന എല്ലാ കാറ്റഗറി നമ്പറുകളിലോട്ട് നമുക്ക് എന്തായിരിക്കും ഒരൊറ്റ എക്സാം ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഒരൊറ്റ പ്രിപ്പറേഷനിലോട് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഈ വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം സൈലം ടെക്നിക്കലിന്റെ കൂടെ. അപ്പൊ നമ്മൾ ഇതായി പറയുന്ന ഇലക്ട്രീഷ്യന്റെ പുതിയ ഓൺലൈൻ ബാച്ച്, ഓക്കെ, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ ലൈവ് ഡിസ്കഷനുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പുതിയ ഓൺലൈൻ ബാച്ച് നമ്മൾ ഈ പറയുന്ന 14th മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്ന എക്സാംസുകൾ വരുന്നത്. അതല്ല, ഇനി പുതിയ നോട്ടിഫിക്കേഷൻസുകൾ വന്നാല് അത് നമുക്കൊരു 6 മാസം 8 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എക്സാംസുകൾ വരുന്നത്. എങ്ങനെയായാലും നമുക്ക് എന്തില്ല, ഒരുപാട് സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. ഓക്കെ, നമ്മൾ എത്ര നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ എക്സാംസുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ മറക്കേണ്ട, ഈ മെയ് 4-നാണ്. അപ്പൊ നിങ്ങൾ ഇലക്ട്രീഷ്യൻ എക്സാമിന് അപ്ലൈ ചെയ്തവരാണ്, അതല്ല നിങ്ങൾ ഇപ്പൊ പാസ് ഔട്ട് ആയി, ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസുകൾ, ഇനി വരാൻ പോകുന്ന കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസുകൾ വെയിറ്റ് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്ത് അതിൽ നല്ലൊരു റാങ്ക്, അല്ലെ, അതിൽ നല്ലൊരു റാങ്ക് നേടി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ, ആ ഒരു ഫീൽഡിൽ തന്നെ ഗവൺമെന്റ് ജോലി നേടി ലൈഫ് സെറ്റ് ആക്കാം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ ലേറ്റ് ആക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. 14th മെയ് മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾ ഈ സ്ക്രീനിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഇലക്ട്രീഷ്യൻ എക്സാമിന്റെ സിലബസിൽ വരുന്നത്. ഓക്കെ, ബേസിക് ഇലക്ട്രിസിറ്റി മുതൽ നമ്മുടെ ലാസ്റ്റ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ജനറേഷൻ വരെ വരുന്ന ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നിമി ബേസ്ഡ് ആയിട്ട്, നമുക്കറിയാം നമ്മുടെ ഒരു ഇലക്ട്രീഷ്യൻ ലെവൽ എക്സാംസുകളിലൊക്കെ കൂടുതലും ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചോദിക്കുന്ന ഏതാണ്, നമ്മുടെ ITL ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള നിമിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ വളരെ ബേസിക്സ് തന്നെ, നമുക്ക് വളരെ ഒന്നും അറിയാത്ത ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ബേസിക്സ് തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ അറൌണ്ട് 125+ അവേഴ്സുകൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ലൈവ് ഡിസ്കഷൻസുകൾ വരും. പിന്നെ നമുക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതെന്ന് പറയുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെ. പ്രീവിയസ്ലി ഇപ്പൊ ഇലക്ട്രീഷ്യന്റെ ഒക്കെ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്കുണ്ട്, അല്ലെ. പല ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എക്സാംസുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ്ലി ചോദിച്ച ചോദ്യങ്ങള്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകള്, ഓക്കെ, അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അതിന്റെ കൂടെ നമുക്ക് ടൈം മാനേജ്മെന്റിനും അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ പരിചയപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യുക, എക്സാംസുകൾ ഓരോ ടോപ്പിക്കും കഴിയുന്നതിനനുസരിച്ച് ആ ടോപ്പിക് വൈസ് എക്സാംസുകൾ, സബ്ജക്ട് വൈസ് എക്സാംസുകൾ, അതുപോലെ നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനേ, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു A to Z ലെവൽ വരുന്ന ക്ലാസ്സുകൾ, അതിന്റെ കൂടെ എന്താണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ, നമ്പർ ഓഫ് എക്സാംസുകൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകളുടെ ഇഷ്യൂസ് കാര്യങ്ങൾ പറയാനുള്ള മെന്റർ സപ്പോർട്ട്, ഓക്കെ, അതുപോലെ എന്താണ് ഞാൻ പറഞ്ഞു പ്രീവിയസ്ലി നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുടെ ഡിസ്കഷൻ അടക്കം വരുന്ന ഒരു എന്താണ് ഈ വരാൻ പോകുന്ന, ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പൊ നിങ്ങളൊരു ITI അതല്ലെങ്കിൽ ഡിപ്ലോമ അതല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കും. അപ്പൊ നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി ഈ കേരളത്തിൽ, ഈ ഒരു നാട്ടിൽ നമ്മൾ സെറ്റിൽ ആവുക എന്ന് പറയുന്നത് എന്താണ്, അതൊരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു ബിഗ് അച്ചീവ്മെന്റിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ലൊരു റാങ്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പൊ ഈ വരാൻ പോകുന്ന ഇലക്ട്രീഷ്യൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അതല്ല ഇനി അങ്ങോട്ട് അടുത്ത വർഷങ്ങളിൽ വരുന്ന ഇലക്ട്രീഷ്യൻ എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ, അല്ലെ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയ ബാച്ചാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രീഷ്യൻ ഓൺലൈൻ ബാച്ച് വരുന്നത് വളരെ കുറഞ്ഞ ഫീസ്, ഈ ഒരു ഫീസിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഓഫറിലുള്ള ഈ ഒരു ആക്സസ് നിങ്ങൾ ആദ്യത്തെ 50 സ്റ്റുഡൻസിനാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു നമ്പറിൽ 9995100800 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഡേറ്റ് മറക്കണ്ട, മെയ് 14-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രീഷ്യൻ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.